പ്രേംകുമാർ കൂടി CPM പ്രതിനിധി MLA പ്രേംകുമാർ എത്തിയിട്ടുണ്ട്. വെൽക്കം പ്രേംകുമാർ. നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങിയത് ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ വരുന്നതോടുകൂടി കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിൽ അവസാന ലാപ്പിൽ ഒരു സൂപ്പർ ഗോൾ അടിച്ചിട്ടുണ്ടോ എന്നാണ്. ഒരിക്കലുമില്ല. സന്ദീപ് വാര്യർ വരുന്നതോടുകൂടി കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലാവുക ചെയ്തിട്ടുള്ളത്. ശരിക്കും കോൺഗ്രസിന് തന്നെ പൂർണ്ണമായും ഉൾക്കൊള്ളാനായിട്ടില്ല അത് എന്നാണ് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരം പ്രധാനമായും LDFും UDFും ആണ് എന്ന് പറഞ്ഞതും തുടർച്ചയായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് മണ്ഡലത്തിൽ തുടക്കം മുതൽ ഈ നിമിഷം വരെ കൈവരിച്ച മേൽക്കൈ അത് വരുന്ന 2 ദിവസം കൂടി തുടരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നല്ല സാഹചര്യം ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ എമ്പാടും ഉണ്ട് എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ നേതാവ് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്ത നേതാവാണ് ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിനോടൊപ്പം നിൽക്കുന്നത്. അതെ, ഞാൻ പറയുന്നത് സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ നിങ്ങൾ ഇപ്പോൾ സന്ദീപ് വാര്യരെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വർഗീയമായിട്ടുള്ള വളരെ സമൂഹത്തിൽ സംഘർഷവും അതുപോലെ തന്നെ മനസ്സിൽ കാലുഷ്യവും ഒക്കെ നിറയ്ക്കുന്ന അത്തരം പ്രസ്താവനകളിൽ നിന്ന് അദ്ദേഹം അതിനൊരു തെറ്റേറ്റു പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല എന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മതനിരപേക്ഷ മനസ്സുള്ളവരും ആ നിലയിൽ കാണുന്നത്. MP രാജേഷ് പറഞ്ഞൊരു കാര്യം അതാണ് ഇപ്പോൾ പ്രേംകുമാർ ആവർത്തിക്കുന്നത്. ഇതാണ് CPMന്റെ ഈ തിരഞ്ഞെടുപ്പിലെ വരുന്ന 48 മണിക്കൂറിലെ പ്രധാനപ്പെട്ട ഒരു ആയുധം എന്ന് പറയുന്നത്. ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള തന്റെ വാചകങ്ങൾ പരസ്യമായി തള്ളിപ്പറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ മാത്രമേ ഇടതുപക്ഷത്തിലേക്ക് ഈ സന്ദീപ് വാര്യരെ സ്വീകരിക്കൂ എന്നതായിരുന്നു CPM നിലപാട്. നിങ്ങൾ അങ്ങനെ ഒരു ഉപാധിയും വെച്ചില്ല എന്നാണ് CPM പറയുന്നത്. സന്ദീപ് വാര്യരുടെ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കി, എന്നെ ഇത്രയും കാലം BJP വർഗീയത പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുകയായിരുന്നു. ആ നിലപാടിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവുകയാണ്. നരേന്ദ്രമോദി അല്ല എൻ്റെ നേതാവ്. അപ്പോൾ ഞാൻ ഇത്രയും കാലം പറഞ്ഞത് BJPയുടെ അഭിപ്രായമാണ്. ആ വർഗീയമായ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോകുന്നു. ഞാൻ ഇനി മുതൽ കോൺഗ്രസിന്റെ അഭിപ്രായം പറയാൻ, മതേതരത്വ അഭിപ്രായം പറയാൻ പോവുകയാണ്. വളരെ ക്ലിയർ ആണ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം അവസാനം പറഞ്ഞത് അതെല്ലാം സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ ചെറുതായി അങ്ങ് വെടിവെച്ചു കൊന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ കേരളത്തിലെ മനുഷ്യരുടെ മനസ്സിൽ മായാതെ കിടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഏതെങ്കിലും സെന്റർ പൂട്ടി പോകുമ്പോ താഴെടുക്കാൻ മറക്കല്ലേ വിജയ എന്ന് പറഞ്ഞയാൾ ഇപ്പൊ LDFന്റെ സ്ഥാനാർത്ഥിയാ. അല്ലാതെ അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ അദ്ദേഹം, ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാരനായ ഒരാൾ ഇടതുപക്ഷത്തിന്റെ നേതാക്കളെ, സംസ്ഥാന സെക്രട്ടറിയെ ഒക്കെ പല ഘട്ടങ്ങളിൽ പല നിലയിൽ ആക്ഷേപിച്ചവരും അധിക്ഷേപിച്ചവരും ഒക്കെ ഇടതുപക്ഷത്തിന്റെ കൂടെ ഉണ്ട്. പക്ഷെ അവരെല്ലാം മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിന്നവരായിരുന്നു. മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ പക്ഷത്ത് നിന്ന് അതിലൊരു മാറ്റം ഉണ്ടാകുന്നത് പോലെയല്ല ഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. ഞാൻ പറയുന്നത് കേവലം ഒരു സംഘപരിവാറുകാരന്റെ RSSകാരന്റെ ആർക്കെങ്കിലോ വേണ്ടി BJP പറയുന്നത് കേട്ട് അതേപടി പറഞ്ഞതിന്റെ ഭാഗമായിട്ടല്ല. ഒരു BJP നേതാവും സാധാരണ നിലയിൽ പറയാൻ അറയ്ക്കുന്നതാണ് രാഷ്ട്രപിതാവിന്റെ കൊലപാതകത്തെ സംബന്ധിച്ച്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയത് അത് ചെറുതായൊന്ന് വെടിവെച്ചു കൊന്നതല്ലേ എന്ന തികഞ്ഞ ലാഘവത്തോടുകൂടി അതിനെ കാണാൻ കഴിയുന്ന കടുത്ത വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വളരെ വേഗതയിൽ അവർ കോൺഗ്രസിൽ അഭയം തേടുമ്പോൾ സ്വാഭാവികമായും മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിൽ ആശങ്കയുണ്ടാകും, അങ്കലാപ്പുണ്ടാകും. അവർ ഒരിക്കലും ഇതിനെ സ്വീകരിക്കില്ല. ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാർ ഇതിനെ സ്വീകരിക്കില്ല.